സുചേട്ടാ നമസ്കാരം. നമസ്കാരം. സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ വെടിവയ്പ് ഉണ്ടായിരിക്കുകയാണ്. അതിൽ 3 to 8 പേര്, അത് കൃത്യമായിട്ട് മരണസംഖ്യ വെളിവായിട്ടില്ല. ചില മാധ്യമങ്ങൾ 3 എന്നാണ് പറയുന്നത്, ചിലർ 8 എന്നാണ് പറയുന്നത്. 60 പേർക്ക് പരിക്കേറ്റു എന്ന റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ പ്രേക്ഷകർ വിചാരിക്കും ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനാഘോഷത്തിലാണോ എന്ന്. ഒരിക്കലുമല്ല. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ അങ്ങനെ ഉണ്ടാകാനുള്ള ചാൻസേ ഇല്ല ഒരു സ്ഥലത്തു എന്നുള്ളതാണ്. തൊട്ടപ്പുറത്ത് പാകിസ്ഥാന്റെ സ്വാതന്ത്ര്യ ദിനാഘോഷത്തിലാണ്. നമ്മുടെ മാധ്യമങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല, മിണ്ടുന്നില്ല. ഈ വാർത്തയൊക്കെ യഥാർത്ഥത്തിൽ നമ്മൾ കൊടുക്കുമ്പോൾ ഇതിന്റെ താഴെ വരുന്ന കമന്റുകൾ, ഇതൊന്നും ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ, നിങ്ങൾക്ക് മാത്രം എങ്ങനെ ഈ വാർത്തകൾ കിട്ടുന്നത് എന്നാണ് ഇവർ ചോദിക്കുന്നത്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെയുള്ള ഏഷ്യാനെറ്റ്, മാതൃഭൂമി, മനോരമ, റിപ്പോർട്ടർ, 24 ഇതൊന്നും കൊടുത്തില്ലെങ്കിൽ നമുക്കിതൊന്നും ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഇത് വലിയൊരു സംഭവമാണ്. പാകിസ്ഥാനിലുണ്ടായ സംഭവമാണ്. അവിടെ ഏറ്റവും കൂടുതൽ മരിച്ചിരിക്കുന്ന സ്ത്രീകളും കുട്ടികളുമാണ്. ഇവിടെ ഫലസ്തീനിൽ സ്ത്രീകളും കുട്ടികളും മരിക്കുമ്പോൾ മാത്രമേ നമ്മുടെ മാധ്യമങ്ങൾ അറിയുന്നുള്ളൂ, അവരിത് കൊടുക്കുന്നുള്ളൂ. എന്നാൽ നമ്മുടെ അപ്പുറത്ത് പാകിസ്ഥാനിൽ സ്വാതന്ത്ര്യദിനത്തിൽ അവരുടെ ആൾക്കാർ തന്നെ കൊന്നതുകൊണ്ടായിരിക്കും. ഇസ്ലാമിക ഭീകരത കൊടികുത്തി വാഴുന്ന നാടുകളിൽ സിറിയ, യമൻ, പാകിസ്ഥാൻ, അങ്ങനെയുള്ള ഒരുപാട് നാടുകളുണ്ടല്ലോ. ഇവിടെയൊക്കെ സ്ത്രീകളും കുട്ടികളും ഒക്കെ നിരന്തരം കയ്യും കണക്കുമില്ലാതെ കൊല്ലപ്പെടുന്നുണ്ട്. പക്ഷെ ഫലസ്തീനിൽ കൊല്ലപ്പെടുമ്പോഴാണ് ഇവർക്കൊക്കെ മറ്റേ മെഴുകുതിരി കത്തിക്കാനുള്ള കൈ പൊങ്ങത്തുള്ളൂ. എന്തായാലും അതൊക്കെ പോട്ടെ. ഇപ്പം വലിയ രീതിയിലുള്ള ഒരു പ്രക്ഷോഭം അവിടെ നടക്കുന്നുണ്ട്, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, അതേ സമയത്ത് കഴിഞ്ഞ ദിവസം ഖൈബർ പക്തൂൺഖ്വ മേഖലയിൽ ഒരു വലിയ ഭീകരവാദി ആക്രമണം ഉണ്ടായിട്ടുണ്ട്. ഒരു പോലീസ് സ്റ്റേഷൻ സമ്പൂർണ്ണമായി ആക്രമിച്ച് പോലീസുകാരെ മുഴുവൻ അടിച്ചോട്ടിച്ചു. പാവപ്പെട്ട ഒരു പോലീസുകാരെ അവിടെ ഒരാൾ മരിച്ചിട്ടുണ്ട്. പാവപ്പെട്ടതെന്ന് ഞാൻ വിളിച്ചത് കൊണ്ട് ഇനി കമന്റ് ബോക്സിൽ പറയും പാകിസ്ഥാനികളാണോടോ അതിന്റെ പാവപ്പെട്ട. ഞാൻ പറഞ്ഞതാണ്, ഭീകരവാദിക്ക് മുമ്പിൽ അകപ്പെട്ട ഒരു പോലീസുകാരന് ഇത് പറഞ്ഞതാണ്. അയാളെ അവിടെ അച്ചം പുച്ചം വെട്ടിക്കൊന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇതൊന്നുമല്ല വിഷയം. നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ ഇപ്പോ നമ്മളന്ന് പറഞ്ഞതുപോലെ ഇപ്പൊ പാക് അധീന കശ്മീരിൽ സംഭവിക്കുകയാണെന്നുള്ളതാണ്. എങ്ങനെയാണ് ഈ പാക് അധീന കശ്മീർ നമ്മൾ പിടിക്കുക എന്ന് ഞാൻ ബിജുചേട്ടനോട് ചോദിച്ചു. നമുക്കിത് സൈനിക ശക്തി ഉപയോഗിച്ച് പിടിച്ചൂടെ എന്ന് പറഞ്ഞപ്പോൾ ബിജുചേട്ടാ എന്ന് പറഞ്ഞു, വെയിറ്റ്, അവിടെ സ്വാഭാവികമായിട്ടും നമ്മുടെ കയ്യിൽ അത് വന്നു ചേരും എന്നുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞത്. ഇപ്പൊ അതിന്റെ ഒരു സൂചനകളൊക്കെ നമുക്ക് കാണുന്നുണ്ട്. ഈ പാക് അധീന കശ്മീരിൽ പാകിസ്ഥാനും സൈന്യത്തിനും എതിരെ വലിയ പ്രക്ഷോഭം പൊട്ടിപ്പുറപ്പെട്ടിട്ടുണ്ട്. ഇവിടെയുള്ള പ്രധാന പട്ടണമായിട്ടുള്ള റാവൽകോട്ടിൽ പാകിസ്ഥാനിൽ നിന്ന് ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണം എന്ന് പറഞ്ഞുകൊണ്ട് ആയിരക്കണക്കിന് സാധാരണക്കാർ, നോട്ട് ദ പോയിന്റ്, സാധാരണക്കാരാണ് തെരുവിലിറങ്ങിയത്. ഇത് വലിയ സംഘർഷമുണ്ടായി, ഒരു കലാപത്തിലേക്ക് മാറി. ഈ മേഖലയിൽ സമീപ വർഷങ്ങളിൽ നടന്ന ഏറ്റവും വലിയ പാക് വിരുദ്ധ പ്രക്ഷോഭമായി ഇത് പരിണമിച്ചു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഈ കുട്ടികളും പ്രായമായവരും ഉൾപ്പെടെയുള്ള പ്രകടനക്കാരാണ് ഇവരുള്ളത്. ഇപ്പൊ പാകിസ്ഥാൻ സൈന്യകൂടത്തിൽ നിന്നും ഭരണകൂടത്തിൽ നിന്നും ആസാദി വേണം, സൈന്യത്തിൽ നിന്നും ഭരണത്തിൽ നിന്നും ആസാദി വേണമെന്നാണ് ഇവരുടെ പ്രധാനപ്പെട്ട മുദ്രാവാക്യം എന്ന് പറയുന്നത്. പാക് സൈന്യം സ്വാഭാവികമായിട്ട് പ്രക്ഷോഭകരെ അടിച്ചമർത്തി, എന്നിട്ട് ബാക്കിയുള്ളവരെ, നേതാക്കളെ പ്രക്ഷോഭം വ്യാപിക്കാതിരിക്കാനായിട്ട് പിടിച്ച് വീട്ടുതടങ്കലിലാക്കി. അപ്പൊ ഇവർ പറയുന്നത്, ഈ പാക് അധീന കശ്മീർ എന്ന് പറയുന്നത് പാകിസ്ഥാന്റെ ജിയോ പൊളിറ്റിക്കൽ ഏരിയ അല്ല. നിങ്ങൾക്ക് ഇവിടെ വന്ന് മിസൈൽ വിടാനും, നിങ്ങൾക്ക് ഇവിടെ ഭീകരവാദ ക്യാമ്പുകൾ ഉണ്ടാക്കി ഇവിടെ മറ്റേ അപ്പുറത്തോ ഇപ്പുറത്തുള്ള രാജ്യങ്ങളെ അടിക്കാനുള്ള തന്ത്രപ്രധാന മേഖലയല്ല. ഇവിടെ ഞങ്ങൾ സാധാരണ ജനങ്ങളുണ്ട്. ഞങ്ങൾക്ക് സ്കൂൾ വേണം, കോളേജ് വേണം, ആശുപത്രി വേണം, കൃത്യമായിട്ടുള്ള മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ വേണം, ഇവിടെ പാലം വേണം, റോഡ് വേണം. ഇതൊന്നും ഞങ്ങൾക്കില്ല. ഞങ്ങൾക്ക് ആകെപ്പാടെ ഉള്ളത് കുറച്ച് ബോംബുകൾ ഇങ്ങ് വന്ന് വീഴുന്നത് മാത്രമാണെന്ന് പറഞ്ഞ് അവര് സഹി കെട്ടിട്ട് അവര് തെരുവിൽ ഇറങ്ങിയിരിക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇനി അടുത്തൊരു കാര്യം, ഈ തെരുവിലിറങ്ങിയ ആൾക്കാർ പറയുന്ന ഒരു സംഭവം, ഈ പഞ്ചാബ് പ്രവിശ്യയിലേക്കും കറാച്ചിയിലേക്കും ഇവിടെയുള്ള ധാതുക്കൾ കൊള്ളയടിച്ചുകൊണ്ട് പോവുകയാണ്. അതായത് ബലൂചിസ്ഥാനിലുള്ള ആൾക്കാർ പറയുന്ന അതേ വാദമാണ്. അതായത് അവരുടെ മിനറൽസ് പാകിസ്ഥാൻ അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നു, പിന്നെ അമേരിക്കയ്ക്കും ചൈനയ്ക്കൊക്കെ തീരെഴുതി കൊടുക്കുന്നു എന്ന് പറയുന്നതില്ല. അപ്പോൾ ഈ പ്രക്ഷോഭം ഈ നേതാക്കളെ പിടിച്ച് അകത്തിട്ടപ്പോൾ ശമിക്കുമെന്ന് വിചാരിച്ചെങ്കിലും യഥാർത്ഥത്തിൽ ഇത് ഒരു വലിയ രീതിയിലുള്ള പ്രക്ഷോഭമായിട്ട് മാറുകയാണെങ്കിലും സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രക്ഷോഭം അവിടെ വരികയാണെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്താണ് ഇതിന്റെ ഒരു കലാശം? ഇത് പാകിസ്ഥാൻ അടിച്ചമർത്തുമോ? ഇന്ത്യ ഇതിനെ എങ്ങനെയായിരിക്കും നോക്കിക്കാണുന്നത്? യഥാർത്ഥത്തിൽ നമ്മൾ ആഗ്രഹിച്ചൊരു സാധനമാണോ ഇപ്പൊ നടക്കുന്നത്? ഇപ്പൊ ഇവിടെ സംഭവിച്ചത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ പാകിസ്ഥാൻ ശരിക്കും പെട്ടു എന്ന് പറയാം. പാകിസ്ഥാനെ അടുത്ത് തോളത്ത് വെച്ച് ട്രംപും പെട്ടു. പക്ഷെ ട്രംപിനെ സംബന്ധിച്ച് അതൊരു വിഷയമല്ല. കാരണം സൂപ്പറായിട്ട് തടി ഊരാൻ അമേരിക്ക ആരും പ്രത്യേകിച്ച് പഠിപ്പിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പൊ ഈ അമേരിക്ക കൂടുതൽ പാകിസ്ഥാനോട് അടുത്തത് എന്തിനെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 ലക്ഷ്യങ്ങളായിരുന്നു അവർക്ക് ഉണ്ടായിരുന്നത്. ഒന്ന് ഇന്ത്യയെ ഭീഷണിപ്പെടുത്തുക, മറ്റൊന്ന് ചൈനയ്ക്ക് ഒരു മുന്നറിയിപ്പ് കൊടുക്കുക. ഇതായിരുന്നു. കാരണം ചൈനയ്ക്കുള്ള മുന്നറിയിപ്പ്, ഞങ്ങളുടെ സൈനിക താവളങ്ങൾ അടക്കം ഇവിടെ എത്തും, നിങ്ങളുടെ പടിവാതുക്കൽ എന്നുള്ളൊരു മുന്നറിയിപ്പ്. ഇന്ത്യക്കൊരു മുന്നറിയിപ്പ്, അത് തന്നെയാണ് ഇന്ത്യക്കും കൊടുത്ത മുന്നറിയിപ്പ്. നിങ്ങളല്ലെങ്കിൽ ഇപ്പൊ ഇതിൽ ഒപ്പിട്ടോണം, അല്ലെങ്കിൽ ഞാൻ മറ്റവനെ കൊണ്ട് അടിപ്പിക്കും എന്നുള്ള രീതിയിലായിരുന്നു നിന്നുകൊണ്ടിരുന്നത്. പക്ഷെ കാര്യങ്ങൾ മാറി. അതങ്ങനെ തന്നെ സംഭവിക്കുന്ന എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു, ഇപ്പോൾ പാകിസ്ഥാനിലെ ബലൂചിസ്ഥാൻ മേഖലയിൽ പതിറ്റാണ്ടുകളായിട്ട് കലാപം നടക്കുന്നു, ഖൈബർ പക്തൂൺ മേഖലയിൽ നടക്കുന്നു, അതുപോലെ തന്നെ സിന്ധ് പഞ്ചാബ് മേഖലയിലെ ജനങ്ങളും പ്രക്ഷോഭത്തിലാണ്. പല പല കാരണങ്ങളാണ്, റീസൺസ് എല്ലാം പലതാണ്. എനിക്ക് തോന്നിയിട്ടുള്ള പാകിസ്ഥാൻ സ്വന്തം രാജ്യം വിറ്റ് പൂട്ടടിക്കുന്ന സൈനിക മേധാവികളൊക്കെ ഉള്ള രാജ്യമാണ്. ഈ ബലൂചിസ്ഥാനെ കാണിച്ചുകൊണ്ടാണ് ചൈനയുടെ കയ്യിൽ നിന്ന് വലിയ രീതിയിൽ ഫണ്ട് വാങ്ങിയതും ഗദാർ തുറമുഖത്തിന്റെ പണിയും മറ്റുമൊക്കെ നടത്തിയത്.
പക്ഷെ അതെ. ഒടുവിൽ ചൈനക്കാർക്ക് പോലും പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യം വരുന്നത് വലിയ പ്രശ്നമാണ്. ഇപ്പോൾ അതേ ഭൂമി കാണിച്ചുകൊണ്ടാണ് അമേരിക്കയെ എന്താ മയക്കി ഫണ്ടിറക്കി ട്രംപ് പിന്നെ ഇങ്ങനെയുള്ള കാര്യത്തിലൊക്കെ വീഴും. അപ്പോൾ കൊണ്ടുവന്ന് ഇപ്പൊ കൊണ്ട് കുഴിച്ചാടിച്ചിരിക്കുന്നത്. ഇപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ട് പെട്ടെന്ന് പാക് അധിനിവേശ കാശ്മീരിൽ ഒരു സംഘർഷം ഉണ്ടായെന്ന് വെച്ചാൽ ഉത്തരം വളരെ ലളിതമാണ്. കാരണം ചൈന പാകിസ്ഥാൻ റിലേഷൻ ഇപ്പോൾ പഴയതുപോലല്ല, ഒരുപാട് അകന്നു തുടങ്ങിയിരിക്കുന്നു. കാരണം പാകിസ്ഥാൻ ഇപ്പോൾ അമേരിക്കയുമായി കൂടുതൽ അടുക്കുന്നത് ചൈനയെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുന്നത്. അതായത് ഇന്ത്യക്ക് വേണമെങ്കിൽ അമേരിക്കയും ചൈനയും ഒരേപോലെ കൊണ്ടു നടക്കാൻ പറ്റും, സഹകരിച്ച് കൊണ്ടുപോകും. പക്ഷെ പാകിസ്ഥാൻ അങ്ങനെയല്ല. ചൈനയുടെ നിന്ന് വലിയൊരു ഫണ്ട് വാങ്ങിച്ച് മുമ്പോട്ട് ജീവിക്കുന്ന ഒരു രാജ്യം, ചൈനയുടെ എല്ലാ സഹായവും മേടിക്കുന്നു. ഇപ്പോൾ പെട്ടെന്നൊരു സുപ്രഭാതം വീണ്ടും അവർ പണ്ട് തൊട്ടേ അമേരിക്കയുടെ ഒരു അടിമ രാജ്യമാണ്, വീണ്ടും അത് അതിലേക്ക് പോകുമ്പോൾ അത് പ്രശ്നം ചെയ്യും. ഇന്ത്യയെ സംബന്ധിച്ച് നമ്മൾ ആരുടെയും കടം മേടിച്ച് ജീവിക്കുന്നവരല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് രണ്ട് രാജ്യങ്ങൾക്കും നമുക്ക് കൃത്യമായ ഒരു പോളിസി എടുക്കാൻ പറ്റും. പാകിസ്ഥാൻ പോളിസി ഇല്ല, അതാണൊരു പ്രശ്നം. നമ്മൾ കണ്ടതാണ് ഇറാൻ ഇസ്രായേൽ ആക്രമണത്തിന് ശേഷം ഇറാൻ നന്ദി പറഞ്ഞ രാജ്യങ്ങളുടെ കൂട്ടത്തിൽ ഇന്ത്യ ഉണ്ടായിരുന്നു. ഇന്ത്യക്കും അവർ നന്ദി പറഞ്ഞു ഇറാൻ, പക്ഷെ ഉം. പാകിസ്ഥാൻ നന്ദി പറഞ്ഞിട്ടില്ല. അതാണ് പറഞ്ഞത്, കൃത്യമായ പോളിസി ഇല്ലാത്ത രാജ്യം, നിലപാടില്ല അവർക്ക്. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ ചൈന വല്ലാതെ അകന്നിട്ടുണ്ട്. ചൈന അകലുന്നു എന്ന് പറയുമ്പോൾ അത് ഏറ്റവും എളുപ്പം ബാധിക്കുന്ന ഒരു പ്രദേശമാണ് ഈ ബാൾട്ടിസ്ഥാൻ, ഗിൽജിത്ത് അടക്കം വരുന്ന പാക് അധിനിവേശ കാശ്മീർ. കാരണം ചൈനയ്ക്ക് അവിടെ ചൈനയുടെ ബലത്തിലാണ് പാകിസ്ഥാൻ അവിടെ കൊണ്ട് സൈന്യത്തെ ഇറക്കിക്കൊണ്ട് ഇന്ത്യക്കെതിരെ പണി നടത്തിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ഇന്ത്യയും ചൈനയും തമ്മിൽ കൂടുതൽ അടുക്കുമ്പോൾ സ്വാഭാവികമായി ചൈന അവിടെ ഒന്ന് ലൂസ് ചെയ്ത് കൊടുക്കും. കാരണം അവരത് വലിയ കെയറിങ് നടത്തില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഉം. അവിടുത്തെ ഒരു ചെറിയ പ്രക്ഷോഭത്തിന് പോലും പാക് സൈനികരെ തുരത്താൻ കഴിയും. അവിടെ നിന്ന് നോക്കിക്കോ ധനുഷെ, അവിടുന്ന് തുടങ്ങി ഖൈബർ പഖ്തൂൺ മേഖല, ബലൂചിസ്ഥാൻ മേഖല അടക്കം ഒരു വലിയ പ്രദേശത്തേക്ക് കലാപം വന്നു. ഇപ്പോൾ പാക് അധിനിവേശ കാശ്മീരും ബലൂചിസ്ഥാനും താരതമ്യപ്പെടുത്താൻ കഴിയില്ല. കാരണം ബലൂചിസ്ഥാൻ അവർ പിടിച്ചെടുത്ത് അവരുടേതെന്ന് പറയുന്ന ഒരു ഇടമാണെങ്കിൽ പാക് അധിനിവേശ കാശ്മീർ നഷ്ടപ്പെട്ടാലും അവർക്ക് വലിയ ടെൻഷനൊന്നുമില്ല പാകിസ്ഥാനെ സംബന്ധിച്ച്. കാരണം ഉം. അവിടുന്ന് വിൽക്കാൻ പറ്റുന്നതൊക്കെ മാക്സിമം അവർ നേരത്തെ വിറ്റു. ഇവിടെയും ഒരു വലിയ പണി കാണിച്ചിട്ടുണ്ട്. പാക് അധിനിവേശ കാശ്മീരിൽ പിടിച്ചെടുത്ത സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ജനങ്ങളുടെ വീടുകളും മറ്റുമൊക്കെ ഇവര് ചൈനയ്ക്ക് വിറ്റു. റിയൽ എസ്റ്റേറ്റ്, ചൈനയ്ക്ക് റിയൽ എസ്റ്റേറ്റ് ആണല്ലോ അവിടെ പ്രധാനപ്പെട്ട ബിസിനസ്. അപ്പൊ ആ അതെ. റിയൽ എസ്റ്റേറ്റ് മാഫിയക്ക് ഈ വീടൊക്കെ വിറ്റ്. ഈ പാവങ്ങൾ ഇത് അറിഞ്ഞില്ല. ഒരു സുപ്രഭാതത്തിൽ അവിടുന്ന് ഈ ചൈനയുടെ ആളുകൾ നിന്ന് ഇറങ്ങിപ്പോകാൻ പറഞ്ഞപ്പോഴാണ് ഇവർ, അന്ന് തൊട്ടേ പ്രക്ഷോഭം തുടങ്ങിയതാണ്. പിന്നെ അനവധി ചെറുകിട വൈദ്യുത പദ്ധതികൾ, മിനി ഉം. ഇലക്ട്രോ പ്രൊജക്ടുകൾ ഈ പാക് അധിനിവേശ കാശ്മീരിലുണ്ട്. ഇതെല്ലാം നടത്തുന്നത് ചൈനയാണ്. ഏറ്റവും വലിയ രസം ഉം. എന്ന് ഉം. വെച്ചാൽ ഇവിടുന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന കറണ്ട് പാകിസ്ഥാനിൽ കൊണ്ടുപോയി അവർ ഉപയോഗിക്കുന്നുണ്ട്. ഇതുങ്ങൾക്ക് 20 മണിക്കൂറൊക്കെയാണ് ലോഡ് ഷെഡിങ്, വലിയ രീതിയിലുള്ള ഉം. ചാർജാണ്. പിന്നെ അത് കൂടാതെ തന്നെ ഇവരുടെ അതുവഴിയാണ് ഈ ചൈനീസ് ട്രക്കുകളും മറ്റും കടന്നു പോയിട്ട് ഈ പാലുൽപ്പന്നങ്ങളും മറ്റു ചരക്കുകളും ഒക്കെ പാകിസ്ഥാനിലേക്ക് എത്തുന്നത്. ഇത് പാകിസ്ഥാനിൽ എത്തിച്ചിട്ട് അവിടുന്ന് വലിയ വിലയ്ക്കാണ് ഈ പാവങ്ങൾക്ക് കൊടുക്കുന്ന ആട്ട പോലും. അതായത് അവരുടെ ഉം. മണ്ണിൽ കൂടെ. അങ്ങനെയാണ് അവർ കുറച്ചു നാളുകൾക്ക് മുമ്പ് ഈ ബൾട്ടിസ്ഥാൻ വഴി കടന്നു പോകുന്ന ചൈന പാകിസ്ഥാൻ റൂട്ട് ബ്ലോക്ക് ചെയ്തിരുന്നവർ. ബ്ലോക്ക് ഉം. ചെയ്ത് ഹൈവേ ബ്ലോക്ക് ചെയ്ത് 1-2 ദിവസത്തേക്കല്ലായിരുന്നു, ആഴ്ചകളോളം ബ്ലോക്ക് ചെയ്തിട്ട് 3 ആഴ്ച. അതോടുകൂടി പാകിസ്ഥാന് വലിയ രീതിയിൽ വിലക്കയറ്റം ഉണ്ടായി. അങ്ങനെ പിന്നെ അത് വന്ന് കോംപ്രമൈസ് ആക്കി അതങ്ങ് വിട്ടു. രണ്ടാമത്തെ വിഷയം ഇതാണ്. ഇത്തവണ ധനുഷ് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, ഓപ്പറേഷൻ സിന്ദൂറിൽ നമ്മൾ അധികം ലക്ഷ്യം വെക്കാത്തൊരു ഇടമാണ് പാക് അധിനിവേശ കാശ്മീർ. കാരണം ഒന്ന്, ഉം. അവിടെ ഓൾറെഡി തീവ്രവാദികളെല്ലാം തന്നെ അവിടെ സ്ഥലം കാലിയാക്കിയായിരുന്നു. വേണമെങ്കിൽ നമുക്ക് അവരുടെ കേന്ദ്രങ്ങളും ആളില്ല ലോഞ്ചറുകളും പാഡ് ലോഞ്ചറുകളും മറ്റുമൊക്കെ തകർക്കാമായിരുന്നു. പക്ഷെ ഇന്ത്യ വളരെ ബുദ്ധിപൂർവ്വം ആ ഭാഗം ഒഴിവാക്കി. കാരണം ആ ഭാഗം സ്വയം പാകിസ്ഥാനെതിരെ പൊട്ടിത്തെറിക്കാൻ നിൽക്കുന്ന ഒരു ഭാഗമാണെന്ന് ഇന്ത്യക്ക് കൃത്യമായി തന്നെ അറിയാം. അപ്പൊ അതായത് ഉം. നമ്മൾ അവിടെ കൊണ്ട് ബോംബിടേണ്ട ആവശ്യമില്ല, അവിടെ തന്നെ അത് പൊട്ടാൻ പാകമായിട്ട് അവിടുത്തെ ജനം നിൽക്കുന്നുണ്ടെന്ന്. കാരണം ഈ അടുത്ത കാലത്ത് പാക് അധിനിവേശ കാശ്മീരിൽ നടക്കുന്ന പ്രക്ഷോഭങ്ങളെല്ലാം ശ്രീ നരേന്ദ്രമോദിയുടെ ഫോട്ടോ ഉയർത്തി കാണിക്കാറുണ്ട്. ഇന്ത്യയെ ഞങ്ങളെ ഏറ്റെടുക്കൂ, ഞങ്ങളെ ഇന്ത്യ സഹായിക്കൂ എന്ന് പറയുന്നവരുണ്ട്. ഇപ്പോൾ അതിനകത്ത് ഉരുത്തിരിഞ്ഞ് ഇപ്പൊ പാകിസ്ഥാനിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ എണ്ണം വളരെ കുറവാണ് അവിടെ, നേരത്തെ പോലെയല്ല. പകരം അവർ ഉം. പറയുന്ന വേറൊരു ഡിമാൻഡ്, ഞങ്ങളെ വേറൊരു രാജ്യമായി അംഗീകരിക്കും. ഈ വേറൊരു രാജ്യമായി അംഗീകരിക്കും എന്ന് പറയുന്ന ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ കുറെ പൊളിറ്റിക്കൽ ലീഡേഴ്സ് ഉണ്ട്. ഏതാണ്ട് 8-9 പാർട്ടിയുണ്ട് പാക് അധിനിവേശ കാശ്മീർ. അപ്പൊ ആ ലീഡേഴ്സിന് ഒരു രാജ്യമായി കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു പവർ, അത് വെച്ചിട്ടാണ് അവർ ഈ രാജ്യം എന്ന് പറയുന്നത്. പക്ഷെ അതിനൊരു സാധ്യത വളരെ കുറവാണ്. കാരണം ജനം കൂടുതലും പാക് അധിനിവേശ കാശ്മീരിന്റെ ഒരു വലിയ വിഭാഗം ജനം ഇന്ത്യയുമായി ചേരാൻ ആഗ്രഹിക്കുന്നു. ഒരു ചെറിയ വിഭാഗം പാകിസ്ഥാനിലേക്ക് തന്നെ പോകും. ഞാൻ മുമ്പും പറഞ്ഞിരുന്നു, ഇന്ത്യക്ക് അത് പിടിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ വലിയ പ്രയാസമൊന്നുമില്ല, വളരെ എളുപ്പത്തിൽ കഴിയും. അത് ഈ ഓപ്പറേഷൻ ഉം. സിന്ദൂറിനിടയ്ക്ക് നമുക്ക് സാധിക്കുമായിരുന്നു. കാരണം അങ്ങനെ ബലം പ്രയോഗിച്ചെടുത്തിട്ട് പ്രത്യേകിച്ച് നേട്ടമൊന്നും ഇല്ലാത്തൊരു കാര്യമാണ്. നമുക്ക് അവിടെ നേട്ടം ഉണ്ടാകാൻ പോകുന്ന, ഒന്ന്, നമ്മുടെ അതിർത്തി സേഫ് ആകും. രണ്ട്, ഈ ഖൈബർ ഇടനാഴിയുണ്ട്. ആ ഇടനാഴി വഴി നമുക്ക് റഷ്യയിലും യൂറോപ്യൻ കൺട്രീസിലും അടക്കം ഉണ്ട് മുമ്പ് വ്യാപാരം ഏതാണ്ട് 1969 വരെയൊക്കെ വ്യാപാരം നടന്നിരുന്നൊരു മേഖലയാണ്.
ആ മേഖല ഉം. നമുക്ക് തുറന്നു കിട്ടും എന്നുള്ളതാണ് നമ്മുടെ ഒരു ബെനിഫിറ്റ്. ഇതിന് ഞാൻ ഇന്നലെയും പറഞ്ഞു, ചൈനയുടെ കൂടെ ഒരു ഹെൽപ്പ് അതിനകത്ത് ഉണ്ടാകണം. ചൈനയുടെയും കൂടെ ഒരു മൗനസമ്മതം ഉണ്ടെങ്കിൽ മാത്രമേ ഇത് നടക്കൂ. കാരണം അവരുടെ ഇടനാഴിയും അതുവഴി കടന്നു പോകുന്നുണ്ട്. ഇതാണ് അതിനകത്ത് ഒരു റിയാലിറ്റി എന്ന് പറയുന്നത്. അത് മാത്രവുമല്ല, പാകിസ്ഥാനെ അനുകൂലിക്കുന്ന, ഭീകരരെ അനുകൂലിക്കുന്ന ഒരു വിഭാഗം ആളുകൾ ഇപ്പോഴുമുണ്ട്. അവർക്കൊരു ഫിൽട്രൈസേഷൻ നടക്കണം. അവിടെ കലാപം നടക്കുക, അത് രൂക്ഷമാകുകയും വലിയ യുദ്ധത്തിലേക്ക് രാജ്യങ്ങൾ പോവുകയും ചെയ്താൽ സ്വാഭാവികമായി ഇന്ത്യ 2-3 മിസൈൽ അറ്റാക്കുകൾ പാക് അധിനിവേശ കാശ്മീരിൽ നടത്തിക്കഴിഞ്ഞാൽ ഈ പറയുന്ന ഭീകരന്മാർ പൊടിയും തട്ടി പാകിസ്ഥാനിലേക്ക് പോകേണ്ടവരാണ്, പാകിസ്ഥാനിലേക്ക് പോകും. ഉം. ഇപ്പോഴെന്തുകൊണ്ടാണ് പാക് അധിനിവേശ കാശ്മീരിൽ ഈ പ്രക്ഷോഭകർക്ക് ധൈര്യം കിട്ടിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ത്യയും ചൈന തമ്മിൽ കൂടുതലെടുക്കുന്നു, ചൈനയുടെ ഉള്ള ആ പിടി പാകിസ്ഥാന് നഷ്ടമാകുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിന് കാരണം. കാരണം ഉം. ബലൂചിസ്ഥാൻ, അതിനോട് ചേർന്ന് കിടക്കുന്ന ഖൈബർ പക്തൂൺ മേഖല, അതിനോട് ചേർന്ന് ടച്ച് ചെയ്ത് വരുന്ന ഈ പറയുന്ന പാക് അധിനിവേശ കാശ്മീർ. അപ്പോൾ ഈ ഒരു വിങ് പൂർണ്ണമായിട്ടാണ് വന്നത്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, പാക് അധിനിവേശ കാശ്മീർ എന്ന് പറയുന്നത് പോയാലും വന്നാലും ഒന്നും പാകിസ്ഥാനെ സംബന്ധിച്ച് ഒന്നും തന്നെ ഇല്ല. അവരുടെ ഹൈക്കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഉം. പ്രദേശമല്ല, അവിടെ നമ്മുടെ ഭരണഘടന ആപ്ലിക്കബിൾ അല്ല, അതൊരു പ്രദേശമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ എന്നെ ഞെട്ടിച്ച് കളഞ്ഞ മറ്റൊന്നുമല്ല, ഇന്നലെ, ഉം. അതായത് ഓഗസ്റ്റ് 14 എന്ന് പറയുന്നതാണ് പാകിസ്ഥാൻ സ്വാതന്ത്ര്യദിനം. ആഗസ്റ്റ് 14 കറാച്ചിയിലടക്കം വലിയ രീതിയിലുള്ള സ്ഫോടനങ്ങളും വെടിവെപ്പുകളുമാണ് നടന്നത്. കാരണം ആ രാജ്യം അരക്ഷിതാവസ്ഥയിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. ട്രംപിന് ഉം. ശരിക്കും കൈകൊള്ളുക തന്നെയാണ് പാകിസ്ഥാൻ. കാരണം ട്രംപ് വിചാരിക്കുന്നതൊക്കെ ഒന്നും പാകിസ്ഥാനിൽ ഒരു കുന്തവും എടുക്കാനും കിട്ടാനും പോകുന്നില്ല. അദ്ദേഹം ഈ ഉം. ഉം. ബലൂചിസ്ഥാനിൽ ഖനനം നടത്തുക, അവിടുന്ന് റയർ മെറ്റൽസ് ഉൾപ്പെടെ എടുക്കുക എന്നൊക്കെ ഉള്ളതാണ് അദ്ദേഹത്തിന് സ്വപ്നമെങ്കിൽ അത് നടക്കില്ല. കാരണം ഇതിനേക്കാൾ വലിയ ക്രൂക്കഡ് ബുദ്ധിയും കൊണ്ടാണ് ചൈന അവിടെ വന്നത്. ചൈനയ്ക്ക് അതെങ്ങും ഉം. എങ്ങും എത്തിക്കാൻ കഴിഞ്ഞ ഒരു സാഹചര്യം. പാക് ഭരണാധികാരിയുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ കാണിച്ച് എത്രയും പെട്ടെന്ന് പൈസ കിട്ടുക, ആ പൈസ അടിച്ചു മാറ്റി സ്വന്തം കുടുംബത്തിൽ കൊണ്ടുപോവുക എന്നുള്ളതാണ്. അതല്ലാതെ ഒരിക്കലും, ഉം. അത് പാർലമെന്ററി ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് അവരുടെ ഒരു MP തന്നെ പറഞ്ഞു, നിങ്ങൾക്കൊക്കെ ഇതൊക്കെ പറഞ്ഞിട്ട് പോകാൻ സ്ഥലമുണ്ട്, UK പോവാം, USA പോവാം, അവിടെ നിങ്ങൾക്ക് സെറ്റിൽ ചെയ്യാൻ പറ്റും, ഞങ്ങളെ കണക്കുള്ള പാവപ്പെട്ടവർ എന്ത് ചെയ്യും എന്നാണ് അവർ ചോദിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ പാകിസ്ഥാൻ തന്നെ ഒരു ആഭ്യന്തര കലാപത്തിന്റെ പിടിയിലാണ്. ഇപ്പോൾ നമുക്ക് ഉം. ലഭ്യമാകുന്ന സൂചന അനുസരിച്ച് മുനീർ പതുക്കെ പതുക്കെ അവിടെ അധികാരം ആ, എന്താണ് പറയുന്നത്, പിടിച്ചെടുത്തു തുടങ്ങിയെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതായത് ഉം. പ്രധാനപ്പെട്ട അധികാരങ്ങളൊക്കെ ഇപ്പൊ പുള്ളി കൈവശപ്പെടുത്തി അതെ, കഴിഞ്ഞിട്ടുള്ളതാണ്. ഒരു ഇനി നിശബ്ദ അദ്ദേഹത്തിന് അട്ടിമറി നടക്കുന്നുണ്ട്. നടക്കുന്നുണ്ട്. ഇനി ഏതെങ്കിലും ഒരു സുപ്രഭാതി പുള്ളി അവിടെ താൻ ആണ് ഇവിടുത്തെ സർവാധികാരി എന്നുള്ള ഒരു അനൗൺസ്മെന്റോടാണ് അവശേഷിക്കുന്നത്. ഉം. ഏതായാലും ഉം. നമ്മുടെ അതിർത്തി ശാന്തമെന്നല്ല, ഒരു വലിയ യുദ്ധത്തിന് വേണ്ടി ഒരുങ്ങുന്നു നമ്മുടെ അതിർത്തിക്കപ്പുറവും എന്ന് തന്നെയാണ് ഇപ്പോൾ ഈ വാർത്തകളിൽ ഉം. നിന്ന് നമുക്ക് മനസ്സിലാകാൻ കഴിയുന്നത്. കാരണം പാകിസ്ഥാൻ ഏതാണ്ട് അതിന്റെ പതനത്തിന്റെ വക്കിലേക്ക് നിൽക്കുന്നു. കാരണം ചൈനയെ കൂടെ ഇപ്പോൾ വെറുപ്പിച്ച് ഒരു സൈഡിലേക്ക് ആക്കി. കാരണം ചൈനയെ സംബന്ധിച്ച് ഒരുപാട് ഉം. ഉം. പണം ഇപ്പോൾ പാകിസ്ഥാനിൽ നിന്ന് തിരിച്ച് കിട്ടാനുമുണ്ട്. അതിൻ്റെ ഇടയ്ക്കാണ് ഈ അമേരിക്കയുടെ ഒരു കടന്നുവരവും ഒക്കെ ഉള്ളത്. ഉം. ഇതിനിടയ്ക്കാണ് ഉം. ഉം. ട്രംപ്, ഏതായാലും ട്രംപ് എന്താണ് ഒരു ഒരു പുതിയ അവതാരപ്പിറവിയുമായിട്ടാണ് ഇത്തവണ അമേരിക്കയിൽ എത്തിയത്. ഉം. ബൈബിളിലൊക്കെ അവർ പറയുന്നത് പോലെ, അല്ലെങ്കിൽ ബൈബിളിന്റെ വാക്യം ഉദ്ധരിച്ച് അവർ പറയുന്നത് പോലെ, അന്ത്യക്രിസ്തു എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അതിന്റെ തുടക്കമാണ് ഇതെല്ലാം കാണുന്നത്. ഏതായാലും ഉം. ഇനിയിപ്പം റഷ്യ അമേരിക്ക ചർച്ചയുടെയൊക്കെ ഫലം കൂടെ ആശ്രയിച്ചിരിക്കും. ഏതായാലും പാകിസ്ഥാന് ഉം. കിട്ടേണ്ടത് ഉം. കിട്ടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വാരി വലിച്ചൊട്ടിക്കും എന്ന് നരേന്ദ്രമോദി അത് തന്നെ പറഞ്ഞു. ഇന്നലെ നമ്മുടെ ഉം. വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞു, ആവശ്യമില്ലാത്ത ഡയലോഗിയൊന്നും വേണ്ട, ഡയലോഗൊക്കെ ഉം. കൂടുതൽ പറഞ്ഞാൽ പഴയതിന്റെ അപ്പുറത്തായിട്ട് എടുത്ത് അടിച്ചിട്ട് പോകുമെന്ന് പറഞ്ഞു. ഉം. ചൈന ഇപ്പോൾ വലിയ പ്രതികരണങ്ങളും കാര്യങ്ങളും മറ്റൊന്നുമില്ല. ഇങ്ങനെയൊക്കെ നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് അടി ഏത് വഴി കിട്ടുമെന്ന് പറയാൻ കഴിയില്ല. പിന്നെ ട്രംപിന്റെ അമേരിക്കയുടെ പൊതു സ്വഭാവം വെച്ചിട്ട് അവർ കട്ടയ്ക്കൊന്നും അങ്ങനെ കൂടെ നിൽക്കത്തില്ല. അവർക്ക് നേട്ടം ഉണ്ടെങ്കിൽ അവർ കുറച്ചാൾ നിൽക്കും, ഇല്ലെങ്കിൽ അവർ അതെ. തടി ഊരിക്കൊണ്ട് പോകും. ഗൾഫ് രാഷ്ട്രങ്ങളിലൊക്കെ അവർ നിൽക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എണ്ണയുണ്ട്, ഇവിടെ ഒരു പിണ്ണാക്കും ഇല്ല എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം. ഇനി ഉം. എണ്ണ ഉം. കണ്ടെത്തിയിട്ട് വേണം ഖനനം ചെയ്യാൻ. അതൊക്കെ ടൈം എടുക്കും. അതുവരെ ട്രംപ് ഉണ്ടാകുമോ എന്ന് അറിയത്തില്ല. കാരണം ഇപ്പൊ തന്നെ അദ്ദേഹത്തിന് ഉം. നല്ല പ്രായമായിട്ടുണ്ട്. ഏതായാലും നോബൽ പ്രൈസ് എന്നുള്ള അത്, കാരണം പണ്ട് ഇപ്പോഴും ഞാൻ ഇടയ്ക്കിടയ്ക്ക് ആലോചിക്കുന്നത് ധനുഷ് പറയുന്ന ഒരു ഡയലോഗ്, ഒരു ഉം. യുദ്ധം തീർക്കാനായിട്ട് ഇറങ്ങി തിരിച്ചവൻ ഇന്ന് ലോകം മുഴുവൻ യുദ്ധം ഉണ്ടാക്കിക്കൊണ്ട് നടക്കുകയാണ്. എനിക്ക് ഈ അതെ, അതെ. ട്രംപിന്റെ അവസ്ഥ കാണുമ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഹനുമാന്റെ വാലിന് തീ കൊടുത്ത സംഭവമായിട്ട് എനിക്ക് ഓർമ്മ വരുന്നത്. ഉം. ഉം. ഹനുമാന്റെ ഉം. വാലിൽ തുടി ഇട്ടിട്ട് തീ കൊടുത്ത് കഴിയുമ്പോൾ ഹനുമാൻ ഇങ്ങനെ എല്ലായിടത്തും പറന്ന് നടക്കുമല്ലോ, കൊട്ടാരം ഉം. കത്തിക്കുന്നു, എല്ലായിടവും കത്തിച്ച് കത്തിച്ച് പോകുന്നു. അതിന്റെ അവസ്ഥയിലാണ് ട്രംപ്. ഗാസയിലെ യുദ്ധം ഉം. തീർക്കാൻ ഇറങ്ങിയ മനുഷ്യനാണ്. ഇന്നിപ്പോ ഇറാനുമായിട്ട് അടിക്കുന്നു, റഷ്യയുമായിട്ട് പ്രശ്നം, ഉക്രൈനുമായിട്ട് പ്രശ്നം, ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം എങ്ങും എത്തുന്നില്ലാത്ത അവസ്ഥ. അതിനിടയ്ക്ക് കംബോഡിയ, തായ്ലൻഡ്, ഇന്നലെ കേൾക്കാം ചൈന, ഫിലിപ്പീൻസ്, തായ്വാൻ. ചൈന, തായ്വാൻ, ഉം. അങ്ങനെ നിരന്തരം. ഇതിന്റെ ഇടയിൽ നമ്മൾ വിട്ടുപോയ, ഇല്ല കേൾക്കാത്ത ചില പേരുകൾ കൂടി ഇപ്പോൾ ഉയർന്നു വന്നിട്ടുണ്ട്. അതിലൊന്ന് കിങ് ജോൺ ഉന്നാണ്. അദ്ദേഹം പുതിയ പരീക്ഷണങ്ങളായിട്ട് രംഗത്തെത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ അതെ, ഹോബി അതെ, എന്ന് അതെ. പറഞ്ഞാൽ ലോകം മുഴുവൻ സൈലന്റ് ആയിട്ടിരിക്കുമ്പോൾ മുകളിലേക്ക് ഒരു ഉം. വാളം വിടും. 12,000 കിലോമീറ്റർ അല്ലെങ്കിൽ 25,000 കിലോമീറ്റർ റേഞ്ചുള്ള മിസൈൽ.
ആണോ? അതെ അതെ. ഇതാണ് പുള്ളിയുടെ ഹോബി. പുള്ളി രംഗത്ത് ഉം, എത്തിയിട്ടുണ്ട്. ഉം, ഇനിയിപ്പോ നമ്മുടെ യുഎൻഎസിന്റെ ഒക്കെ അവസ്ഥ എന്താണെന്ന് അറിയില്ല. ബംഗ്ലാദേശിൽ നിന്നുള്ള അപ്ഡേഷൻസ് ഒന്നും പുതിയതായിട്ട് വരുന്നില്ല. കാരണം ബംഗ്ലാദേശിനും ഉം, ഉം, ഒരുപാട് നിരാശയായിരിക്കും ഇപ്പോഴത്തെ മൂവ്മെന്റ് സംഭവിക്കാൻ സാധ്യത. കാരണം ഉം, ഇന്ത്യയും ചൈനയും തമ്മിൽ കൂടുതൽ അടുക്ക്. കാരണം ചൈനയെ സംബന്ധിച്ചായാലും ഇന്ത്യയെ സംബന്ധിച്ചായാലും ആ രണ്ട് രാജ്യങ്ങൾ ഒന്നിച്ചു നിൽക്കും. കാരണം വാൻവി തന്നെ നേരിട്ട് പറഞ്ഞ ഒരു കാര്യം, വൻകോയി തന്നെ പത്രസമ്മേളനത്തിൽ പറഞ്ഞൊരു ഉം, കാര്യമുണ്ട്. ഇന്ത്യയും ചൈനയും മാത്രം വിചാരിച്ചാൽ അവർ ഒന്നിച്ചു നിൽക്കേണ്ട സമയമായിരിക്കുന്നു. അവർ ഒന്നിച്ചു നിന്നാൽ മാത്രം ലോകത്തിന്റെ വ്യാപാരം ഉം, ഉം, ഈ രണ്ട് രാജ്യങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നു. അവിടേക്ക് ഇനി ഉം. ബംഗ്ലാദേശും ഒക്കെ എങ്ങനെ പോകുന്നു എന്നറിയില്ല. പിന്നെ എല്ലാവരും പറയുന്നതൊക്കെ ചൈനയെ നമ്പരുത് എന്ന് പറഞ്ഞാൽ ചൈനയെ മാത്രമല്ല അമേരിക്കൻ നമ്പരുത് എന്നുള്ള പാഠം ഇന്ത്യക്കാർക്കും അറിയാം, ഉം, ഉം. ഇന്ത്യൻ ഭരണാധികാരികൾക്കും അറിയാം.